ഇന്നത്തെ വീഡിയോ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഈ ഒരു ഫോട്ടോയിൽ 3 ഐറ്റംസ് കാണാം അല്ലേ? ഒരു പേനയുണ്ട്, ബുക്കുണ്ട്, ഒരു ക്ലോക്കുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ 3 എണ്ണത്തിൽ ഏതാണോ ഏറ്റവും ഇഷ്ടം അത് സെലക്ട് ചെയ്യുക. ഒരെണ്ണം മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ, ഒന്നിൽ കൂടുതൽ സെലക്ട് ചെയ്യാൻ പാടില്ല. പേനയാണെങ്കിൽ പേന മാത്രം, ബുക്കാണെങ്കിൽ ബുക്ക് മാത്രം, ക്ലോക്കാണെങ്കിൽ ക്ലോക്ക് മാത്രം സെലക്ട് ചെയ്യുക. വെറുതെ കണ്ണുടച്ചങ്ങ് സെലക്ട് ചെയ്യരുത്. നിങ്ങൾ ഇതിൽ സത്യസന്ധത കാണിക്കണം. കാരണം നിങ്ങളുടെ മുൻപിൽ ഈ 3 ഐറ്റംസ് ഉണ്ടെങ്കിൽ ഏതായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് മാനസികമായിട്ട് അടുപ്പമുള്ളത് ഏതിനോടാണോ അത് മാത്രം സെലക്ട് ചെയ്യുക. കാരണം ഇത് സൈക്കോളജി റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ സ്വഭാവം എങ്ങനെയാണ്, നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മിനിറ്റ് നിങ്ങൾ സമയം എടുത്ത് നന്നായിട്ട് ആലോചിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം സെലക്ട് ചെയ്യുക. ആദ്യം നമുക്ക് പേന സെലക്ട് ചെയ്തവരുടെ സൈക്കോളജി നോക്കാം. പേന സെലക്ട് ചെയ്തവരുടെ സ്വഭാവം, അവരെപ്പോഴും എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. വെറുതെ മടി പിടിച്ചിരിക്കുന്ന സ്വഭാവം വളരെ കുറവായിരിക്കും. മടി പിടിക്കാറുണ്ട് എങ്കിൽ തന്നെയും പൊതുവേ മറ്റുള്ളവരുടെ മടി വെച്ച് നോക്കുമ്പോൾ ഇവർ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കും. നാളത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അതായത് നാളെ എന്ത് ചെയ്യണം, ഫ്യൂച്ചർ എങ്ങനെ ആവണം എന്നൊക്കെ വ്യക്തമായിട്ട് പ്ലാനിങ് ഉള്ളവരായിരിക്കും പേനയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ. നല്ല പേനകൾ കാണുമ്പോൾ വാങ്ങിക്കൂട്ടാൻ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് നല്ല ഹാൻഡ് റൈറ്റിംഗ് തരുന്ന നല്ല ഉരുണ്ട അക്ഷരത്തിലൊക്കെ എഴുതുന്ന പേനകളോട് ഇവർക്ക് ഭയങ്കര ഇഷ്ടം കൂടുതലായിരിക്കും. നോട്ട്സ് കളക്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് എഴുതി ബുക്ക് നന്നായിട്ട് സൂക്ഷിച്ച് പഠിക്കുവാനൊക്കെ ഇവർക്ക് താല്പര്യം കൂടുതലായിരിക്കും. എഴുതുന്നതിനോടൊപ്പം തന്നെ ഇവർ പല കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്യും. ചിന്തിച്ച് കൂട്ടുന്ന ആൾക്കാരാണ് സാധാരണ ഇങ്ങനെ പേന സെലക്ട് ചെയ്യുന്നത്. കലാവാസനയുള്ള ആളുകളായിരിക്കും ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. ഇത്തരക്കാർക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അവർക്ക് പഠിക്കാനുള്ള മൂഡ് പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ അവർ പഠിക്കത്തില്ല. പക്ഷേ നെക്സ്റ്റ് ഡേയിലേക്ക് അവരെ ടു ഡു ലിസ്റ്റൊക്കെ തയ്യാറാക്കി ഓർഗനൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. മാത്രവുമല്ല പരീക്ഷയ്ക്ക് നല്ലപോലെ എഴുതുന്ന ആളുകളാണ്. ഒരുപാട് പേപ്പറുകളിൽ നല്ല വൃത്തിക്ക് ആൻസർ എഴുതി മാർക്ക് വാങ്ങുന്ന ആളുകളുമായിരിക്കും. പെട്ടെന്ന് ഡിപ്രഷൻ വരുമെങ്കിലും പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്യുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ളത്. മടിയും ഡിപ്രഷനും ഒക്കെ പെട്ടെന്ന് വരും, അതേ സ്പീഡിൽ അത് പോവുകയും പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആവുകയും ചെയ്യുന്ന ആൾക്കാരാണ്. രണ്ടാമത്തേത് ബുക്കാണ്. ബുക്ക് സെലക്ട് ചെയ്തവർക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. എല്ലായ്പ്പോഴും ഒരു സ്ഥലത്ത് ഒതുങ്ങി മാറിയിരുന്ന് സൈലൻ്റായിട്ട് അവരുടേതായ ലോകത്ത് മുഴുകാനാണ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇഷ്ടം. ഇവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലെങ്കിലും ഉള്ള ഫ്രണ്ട്സ് നല്ല ക്വാളിറ്റി ഉള്ളവരായിരിക്കും. അവരോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ബുക്സ് വായിക്കാനും നല്ല ബുക്സ് വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കാനൊക്കെ ഇവർക്ക് താല്പര്യം കൂടുതലായിരിക്കും. യാത്രകളിലൊക്കെ തന്നെ ഇവർ ബുക്ക് കയ്യിൽ കരുതാൻ ശീലമുള്ള ആളുകളായിരിക്കും. ബുക്ക് വായിക്കാൻ മാത്രമല്ല, ബുക്ക് പൊതിഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഇവർ സൂക്ഷിക്കുകയും ചെയ്യും. അതിൽ അഴുക്കൊന്നും പുരളാതെ എപ്പോഴും നല്ല നീറ്റായിട്ട് അവർ സൂക്ഷിക്കുന്നതാണ്. ഇത്തരക്കാർ ഒരുപാട് സംസാരിക്കത്തില്ലെങ്കിലും ഇവരുടെ സംസാരം കേൾക്കാനൊക്കെ നല്ല രസമായിരിക്കും. മറ്റുള്ളവർക്ക് അത് ശ്രദ്ധിച്ച് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം കൂടുതലായിരിക്കും. ഇവർ ഒരുപാട് ക്രിയേറ്റീവ് അല്ലെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. മാത്രവുമല്ല ലോകവിവരം നല്ല കൂടുതലായിരിക്കും. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ഗ്രാഹ്യമായിട്ടുള്ള അറിവും കഴിവുകളും ഒക്കെ ഉണ്ടായിരിക്കും. വളരെ ശാന്ത സ്വഭാവമായിരിക്കും ഇത്തരക്കാർക്കുള്ളത്. എന്ത് കാര്യങ്ങളും ആലോചിച്ച് മാത്രമേ ഇത്തരക്കാർ ചെയ്യാറുള്ളൂ. അടുത്തത് ക്ലോക്ക് സെലക്ട് ചെയ്ത ആളുകളെക്കുറിച്ചിട്ടാണ്. ക്ലോക്ക് സെലക്ട് ചെയ്തവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർക്ക് ടൈം മാനേജ്മെൻറ്റ് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ സമയം പോകുന്നതിനെക്കുറിച്ച് ടെൻഷനുള്ള ആളുകളായിരിക്കാം. ഇന്ന് ഇത്രയും ദിവസം നമ്മളിങ്ങനെ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞല്ലോ, നാളെ നന്നായിട്ട് യൂസ് ചെയ്യണം എന്ന ചിന്തയുള്ള ആളുകളായിരിക്കാം. അതേപോലെ എപ്പോഴും സമയം നോക്കുന്ന ആളുകളുമായിരിക്കും. ഒന്നുകിൽ വാച്ചിലോ അല്ലെങ്കിൽ ക്ലോക്കിലോ സമയം എത്രയായി എന്നിങ്ങനെ ആകാംക്ഷയോടെ നോക്കുന്ന ആൾക്കാരായിരിക്കാം. അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെൻറ്റ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കുറച്ച് സമയമൊക്കെ പാഴാക്കി കളഞ്ഞാലും ഉള്ള സമയമൊക്കെ ഒരു മാക്സിമം പ്രയോജനപ്പെടുത്തും. വളരെ കൃത്യനിഷ്ഠയുള്ള ആളുകളുമായിരിക്കും. എവിടെയെങ്കിലും പോകണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയത്ത് റെഡിയാവുന്ന ആളുകളായിരിക്കും. പഠിക്കാനുള്ള ടോപ്പിക്സൊക്കെ കൃത്യസമയത്ത് തന്നെ പഠിച്ചു തീർക്കും. പരീക്ഷ തലേന്ന് കുറച്ച് ടെൻഷൻ ഉണ്ടാവുമെങ്കിലും നേരത്തെ തന്നെ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് തന്നെ പഠിച്ചു തീർക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലും. ഇവർക്ക് ദിവസവും അധികം മൂഡ് ഓഫ് ഒന്നും കാണത്തില്ല. എപ്പോഴും ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഈ സമയത്തിനുള്ളിൽ ഇത് തീർക്കണം, നാളെ ഇത് തീർക്കണം, ഈ മാസത്തിനുള്ളിൽ ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന ആൾക്കാരായിരിക്കും. അതിലൊരു 50% അവർ ചെയ്ത് തീർക്കുകയും ചെയ്യും. നല്ല കൂർമ്മ ബുദ്ധിയുള്ളവരായിരിക്കും ഇങ്ങനെ ക്ലോക്കിനെ ഇഷ്ടപ്പെടുന്നവർ. അവർക്ക് രാവിലെ കൃത്യമായിട്ട് എഴുന്നേക്കാൻ ഒരു സമയം ഉണ്ടാകും. ഒരുപാട് നേരത്തെ എഴുന്നേറ്റില്ലെങ്കിൽ 6 മണിക്കെങ്കിലും അവർ എഴുന്നേക്കാൻ ശ്രമിക്കും. വൈകുന്നേരവും ഒരുപാട് നേരം ഒന്നും ഫോണിൽ കളിക്കാതെ കുറച്ച് നേരത്തേക്ക് ഉറങ്ങാൻ ശ്രമിക്കും. ഒരു 11 മണിക്കെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കും. നിങ്ങൾ ഇതിലേതാണ് സെലക്ട് ചെയ്തതെന്നും ഇതിലേതൊക്കെയാണ് കറക്റ്റ് കാര്യങ്ങളെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.